നമ്മൾ നടത്തുന്ന ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് എല്ലാ ഇയറും ഒരു 1 ഡേ ട്രിപ്പ് നമ്മൾ പോകാറുണ്ട്. യൂഷ്വലി ട്രിവാൻഡ്രത്ത് നിന്ന് 1 ഡേ ആയിട്ട് പോകാൻ പറ്റുന്ന ലൊക്കേഷൻസ് പൊന്മുടി, കല്ലാറിലൊക്കെയാണ് പോകാറ്. ഇത്തവണ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കോട്ടയത്തുള്ള മാംഗോ മെഡോസിലേക്കാണ് നമ്മൾ പോകുന്നത്. രാവിലെ എല്ലാവരും ട്യൂഷൻ ക്ലാസ്സിലൊക്കെ എത്തി അറേഞ്ച് ചെയ്ത് ഇറങ്ങിയപ്പോൾ നമ്മൾ 5 AM പ്ലാൻ ചെയ്തിരുന്നതാണ്. എന്നാലും ഒരു 6 ഒക്കെ ആയി. ഏർലി മോർണിംഗ് ആയിരുന്നിട്ടും ബസ്സിൽ കയറിയ ഉടനെ ഫുൾ ബഹളവും പാട്ടും അങ്ങനെയൊക്കെ എല്ലാവരും നല്ല ഓണായിരുന്നു, ആക്റ്റീവായിരുന്നു രാവിലെ തന്നെ. നമ്മളൊരു 1.5 hours ഒക്കെ കഴിഞ്ഞപ്പോൾ, കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്പോട്ടിൽ ഇറങ്ങി. ഇതായിരുന്നു നമ്മുടെ ബസ്. അവിടെ നിന്ന് പെട്രോൾ പമ്പിൽ തന്നെ സൈഡിലൊരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് റിഫ്രഷ് ആവാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട്, നമ്മൾ ഇടിയപ്പവും ചിക്കൻ കറി അമ്മ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനിയും പിന്നെയും ഒരു 2.5 hours ട്രാവൽ ഉണ്ടായിരുന്നു. മാംഗോ മെഡോസിൽ ടൈമിംഗ് 5 PM വരെയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ലേറ്റായി കഴിഞ്ഞാൽ അവിടെ എല്ലാം കണ്ടു തീരത്തില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം പിന്നെ ഗെയിംസും അന്താക്ഷരിയൊക്കെ കളിച്ചതിന് ശേഷം ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ബസ്സിൽ തന്നെ നമ്മൾ വിഷൊക്കെ ചെയ്ത് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു. അങ്ങനെ ഒരു 11:30 ഒക്കെ ആയപ്പോൾ മാംഗോ മെഡോസ് എത്തി. ഇതൊരു അഗ്രികൾച്ചറൽ തീം പാർക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതലും പ്ലാന്റ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അതിൽ കൂടെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ നമുക്ക് യൂസ് ചെയ്യാം, ഗോ കാർട്ടിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ. അവർ തരുന്ന ടിക്കറ്റ് ഫെയർ വരുന്നത് 400 ആണ്, അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ 2-3 3D തിയേറ്റർ അങ്ങനത്തെ ആക്ടിവിറ്റീസും അവിടെ ഉണ്ട്. ആദ്യം തന്നെ നമ്മളൊരു ബോട്ടിംഗ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയിലാണ് പോയത്. അവിടെ ഫിഷിന് നമുക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ഒരു റൗണ്ടിൽ എല്ലാ ട്രീസും പ്ലാന്റ്സും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതെന്തിനാണ് അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഒരു ഗൈഡ് കൂടെ വരും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് ഫുൾ കറങ്ങാൻ പറ്റും. രണ്ട് 3 ടൈപ്പ് ഓഫ് സ്വിമ്മിംഗ് പൂളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്ലീൻ ആയിട്ടാണ് കണ്ടിട്ട് തോന്നിയതും. ബട്ട് ഇടയ്ക്കൊരു അമീബയുടെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് റിസ്ക് എടുക്കേണ്ട, കൊച്ചു കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പൂളിൽ ഇറക്കിയില്ല അവരെ. അവിടെ ഒരു മിനി ട്രെയിൻ ഉണ്ട്. അത് 250 കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഫുൾ നമുക്ക് കറങ്ങാൻ പറ്റും. പിന്നെ കയറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഡെമോ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വാട്ടർ ATM എന്നും പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അതിലിങ്ങനെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. പിന്നെ നമ്മളെല്ലായിടത്തും യൂഷ്വലി കാണുന്നതാണ്, എന്നാലും പോട്ടറി മേക്കിങ്ങിൻ്റെ ഒരു ഡെമോയും ഉണ്ടായിരുന്നു.
പണ്ട് കാലത്ത് ബുദ്ധ സന്യാസിമാരൊക്കെ അവരുടെ ഭിക്ഷാപാത്രം, വെള്ളം കുടിക്കാനുള്ള പാത്രമൊക്കെ ആയിട്ട്, ഭക്ഷണം കഴിക്കാനുള്ള പാത്രമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ കായുടെ തോടാട്ടോ. ഇതാണ്. തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം. ഇങ്ങനെ ചുവട്ടിൽ കിടക്കുന്ന കടലാസാണ് എന്റെ ലക്ഷ്യം. 1, 2, 3. ഷൂട്ടിങ്ങും ആർച്ചറിയും ഒക്കെ പരാജയപ്പെട്ടെങ്കിലും അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കളിക്കാമെന്ന് വിചാരിച്ചു കുട്ടികളെല്ലാം അവിടെ കളിക്കാൻ ഇറങ്ങി. അതിൻ്റെ കൂടെ നമ്മളും 15 ഇയേഴ്സിന് താഴെ പറ്റുള്ളൂ എന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ കയറി കളിച്ചു. ലാസ്റ്റ് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് വഴക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറക്കിയത്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ബോട്ടിംഗ് ചെയ്യാനായിട്ട് വന്നു. അപ്പോഴത്തേക്കും ആഫ്റ്റർനൂൺ ആയി. ഇതിന് മുന്നേ നമ്മളൊന്ന് ലഞ്ച് കഴിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതവിടെ തന്നെ ബാങ്കോ ബഡോസിൻ്റെ തന്നെ ഒരു ക്യാൻറ്റീനുണ്ട്. അവിടെ മീൽസും ബിരിയാണിയും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം നമുക്ക് തന്നെ സ്വന്തമായിട്ട് പെഡൽ ചെയ്ത് ഇവിടെ ഈ കാണുന്ന ഏരിയ ഫുള്ള് കറങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബോട്ടിംഗ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തീരെ കുഞ്ഞു പിള്ളേരൊന്നും ബോട്ടിങ് നമ്മൾ ഇറക്കിയില്ല. അവരൊക്കെ ഒരു കിഡ്സ് പാർക്കിൽ പോയി ആ ടൈം കളിച്ചു. പിന്നെ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയാസും അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഏറുമാടം പോലത്തെ സ്റ്റേ, പിന്നെ കോട്ടേജസ് ഒക്കെ അവൈലബിൾ ആണ്. അവിടെ ഗോ കാർട്ടിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സൈക്കിളും പ്രൊവൈഡ് ചെയ്യും. ഇതുപോലെ 4 വീലർ ആയിട്ടുള്ള വണ്ടിയും ഉണ്ട്. അല്ലാതെ സിംഗിൾ സൈക്കിൾസും ഒക്കെ കിട്ടും. നമ്മുടെ യൂഷ്വലി ഉള്ള മറ്റേ ട്രാക്കിൽ ഓടിക്കുന്ന പോലത്തെ ഗോ കാർട്ടിംഗ് അല്ല ഇത്. നമ്മുടെ സൈക്കിൾ പോലത്തെ ഇതുപോലെ 4 പേർക്കുള്ള 4 സീറ്ററും 1 സീറ്റർ സിംഗിൾ സീറ്ററും ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി. അപ്പോഴത്തേക്കും ഒരു 5 o'clock ആയിരുന്നു. നമ്മൾ സ്വിമ്മിംഗ് പൂൾ മാത്രം യൂസ് ചെയ്തില്ല. കാരണം പേരൻസൊക്കെ പൂളിൽ ഇറക്കണ്ട, വെള്ളത്തിൽ ഇറക്കണ്ട എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എൻജോയ് ചെയ്തു. അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് സിറ്റിയിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ നമ്മളൊരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു. പിന്നെ നമുക്കൊരു 3 hours ട്രാവൽ ഉണ്ടായിരുന്നു. അങ്ങനെ ലോക ഫിലിമൊക്കെ ഇട്ട് കുറച്ച് നേരം ഫിലിമൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും രാത്രിത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ ആര്യാസിലിറങ്ങി. കിൻഡർ ജോയ് വാങ്ങിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും കളർ വെച്ച് തന്നെ അവർക്കത് വേണം. കിൻഡർ ജോയ് ഫാൻസ് അസോസിയേഷൻ തുടങ്ങണം എൻ്റെ ഒരു അഭിപ്രായം. കിട്ടിയാ? കിട്ടി. ബാലൻസ് ഒക്കെ മേടിച്ചോ ക്യാഷിന്റെ? അങ്ങനെ അവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയ ടോയ്സ് ഒക്കെ കാണിച്ചു തന്നു. അപ്പോഴത്തേക്കും രാത്രി ഒരു 9:30 ഒക്കെ ആയിരുന്നു. ഇനി വേഗം വീട്ടിലെത്തണം. ബസ്സിൽ കയറി പിന്നെ ഒരേ തുള്ളലും DJയും ബഹളമായിരുന്നു.
അങ്ങനെ ഈ വർഷത്തെ ട്രിപ്പും തീരാറായി. കുറച്ച് പേരൊക്കെ വീടിനടുത്തുള്ള പ്ലേസസിൽ തന്നെ നമ്മൾ ഇറക്കി. കുറേ തുള്ളി ഡാൻസൊക്കെ കളിച്ചിട്ട് ക്ഷീണമായിട്ട് കുറച്ച് പേരൊക്കെ ഉറങ്ങി. ഫുൾ ഫ്ലാറ്റായി, പിള്ളേരൊക്കെ ക്ഷീണിച്ചു. ബാക്കി കുട്ടികളുടെ പേരൻസൊക്കെ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ ഒരു 11:45 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രം എത്തി.